ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AGS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇപ്പോൾ സമയം രാത്രിയായിട്ടുണ്ട്. ജെനി കുട്ടികൾക്കായുള്ള പാല് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. പാല് കുടിച്ചു കഴിഞ്ഞ് ഗ്ലാസ് ഇങ്ങതാ, ഞാൻ പോട്ടെ എന്ന് ജെനി പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ജെനി ഗ്ലാസ് എല്ലാം മേടിച്ച് അങ്ങോട്ടേക്ക് നടക്കുന്ന വഴി പറയുന്നുണ്ട്, പ്രേതത്തെ പോലും പേടിയില്ലാത്ത സാധനങ്ങളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞ് ജെനി ഇപ്പോൾ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ കുട്ടികൾ ആ ഓജോ ബോർഡിൻ്റെ കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ദു ചോദിക്കുന്നുണ്ട്, നമുക്കിതൊന്ന് നോക്കിയാലോ എന്ന്. ഉടനെ ഗൗരി പറയുന്നു, അയ്യോ ഇവിടെ വെച്ച് നോക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇന്ദു ചോദിക്കുന്നുണ്ട്, അതെന്താ ഇവിടെ വെച്ച് നോക്കാൻ പറ്റാത്തത് എന്ന്. അല്ലാതെ നമ്മൾ വേറെ എവിടെ പോയി നോക്കും എന്ന് അമ്മുവും ചോദിക്കുന്നു. ഇത് കേട്ട് ചിപ്പി പറയുന്നുണ്ട്, നമുക്ക് ആ ഹാളിൽ കൊണ്ടുപോയി വെച്ച് നോക്കാമെന്ന്. ഉടനെ ഗൗരി പറയുന്നു, അവിടെ ഒന്നും വെച്ചിത് നോക്കാൻ പറ്റില്ല. ഈ കൊട്ടാരത്തിൻ്റെ പലയിടത്തും ദൈവങ്ങളുടെ വിഗ്രഹവും പടവും ഒക്കെയുണ്ട് എന്ന് ഗൗരി പറയുമ്പോൾ അമ്മു ചോദിക്കുന്നുണ്ട്, അതിനെന്താ കുഴപ്പമെന്ന്. അപ്പോൾ ഗൗരി പറയുന്നു, അതൊന്നും നമുക്ക് എടുത്തു മാറ്റാൻ പറ്റില്ലല്ലോ എന്ന്. ഉടനെ ചിപ്പി പറയുന്നു, അതൊന്നും എടുത്തു മാറ്റണ്ട, അത് അവിടെ തന്നെ ഇരുന്നോട്ടെ, നമുക്ക് ഓജോ ബോർഡ് നോക്കിയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ ഗൗരി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും നോക്കാൻ പറ്റില്ല. ദൈവങ്ങളുടെ പ്രസൻസ് ഉണ്ടെങ്കിലേ ഈ ഓജോ ബോർഡിൽ സോള് വരില്ല. അപ്പോൾ പിന്നെ എന്തു ചെയ്യും എന്ന് ഇന്ദു ചോദിക്കുന്നു. അപ്പോഴാണ് ഗൗരി ഒരു കാര്യം ആലോചിക്കുന്നത്. അവർ അകത്തേക്ക് കയറി വന്ന സമയത്ത് ആ ഒരു മൗസിൻ്റെ വേഷം ധരിച്ചിരുന്ന ആളോട് ഗൗരി ചോദിച്ചിരുന്നു, അവിടെ ഒരു വീട് കണ്ടിട്ട്, മൗസ് അങ്കിൾ അത് ആരുടെ വീടാണ് എന്ന്. ഉടനെ അദ്ദേഹം പറയുന്നുണ്ട്, അവിടെ ഡാൻസേഴ്സ് താമസിച്ചിരുന്ന വീടാണെന്ന്. അങ്ങനെ കുട്ടികൾ തിരക്കുന്നുണ്ട് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന്. അവരെല്ലാവരും മരിച്ചുപോയി, അത് കാരണം ഇപ്പോൾ അത് പൂട്ടിക്കിടക്കുകയാണെന്നും പറയുന്നു. അങ്ങനെ ഇപ്പോൾ ഗൗരി ഇപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചെടുത്തിട്ട് കൂട്ടുകാരോട് പറയുന്നുണ്ട്, ആ ഒരു സ്ഥലമുണ്ട്. എവിടെ എന്ന് ഇന്ദു ചോദിക്കുമ്പോൾ ഗൗരി പറയുന്നുണ്ട്, നമ്മൾ വന്നിറങ്ങിയപ്പോഴേ മിക്കി മൗസും ഡക്കും അപ്പുറത്ത് പൂട്ടിക്കിടക്കുന്ന ഒരു വീടിനെക്കുറിച്ച് പറഞ്ഞില്ലേ എന്നൊക്കെ ഗൗരി പറയുന്നത് കേട്ട് ചിപ്പി ചോദിക്കുന്നുണ്ട്, ആ ഡാൻസേഴ്സ് താമസിച്ചിരുന്ന സ്ഥലമാണോ എന്ന്. അപ്പോൾ ഗൗരി പറയുന്നു, ആ അത് തന്നെ, നമുക്ക് അവിടെ പോയിരുന്നത് നോക്കാം, അവിടെയാണെങ്കിൽ ചിലപ്പോൾ സോള് വന്നേക്കും എന്നൊക്കെ ഗൗരി പറയുന്നത് കേട്ട്, അയ്യോ ഈ രാത്രിയിൽ ഒറ്റയ്ക്ക് അവിടേക്ക് പോകാനോ എന്നിങ്ങനെ പേടിച്ചുകൊണ്ട് അമ്മു ചോദിക്കുന്നുണ്ട്. ഒറ്റയ്ക്കല്ലല്ലോ, നമ്മൾ 4 പേരുമില്ലേ എന്ന് ഇന്ദു. അപ്പോൾ ചിപ്പി പറയുന്നുണ്ട്, ഡ്രൈവർ അങ്കിളും ജെനി ആൻറ്റിയും ഉറങ്ങിക്കാണില്ല, അവർ കണ്ടാൽ അപ്പം തന്നെ അമ്മയെ വിളിച്ച് പറയും. ഇത് കേട്ട് ഗൗരി പറയുന്നുണ്ട്, അതിനൊക്കെ വഴിയുണ്ട്, നമ്മൾ സൂക്ഷിച്ചു പോയാൽ മതി എന്ന് പറയുമ്പോൾ ഇന്ദുവും പറയുന്നുണ്ട്, എങ്കിൽ നമുക്ക് പോകാമെന്ന്. അങ്ങനെ ഇപ്പോൾ കുട്ടികൾ 4 പേരും കൂടി ആ കൊട്ടാരത്തിൽ നിന്നും പുറത്തിറങ്ങി ആ നർത്തകിമാരുടെ വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നുണ്ട്. ഗൗരി ഇപ്പോൾ ആ ഓജോ ബോർഡും എടുത്ത് ഒരു ബാഗും എടുക്കുന്നുണ്ട്. ബാഗ് എടുക്കുന്ന കണ്ടിട്ട് ഇന്ദു ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ആ ബാഗ് എടുക്കുന്നതെന്ന്. അതൊക്കെയുണ്ട്, നിങ്ങൾ വാ, ശബ്ദം ഉണ്ടാക്കരുതേ എന്ന് പറഞ്ഞ് ഗൗരി ഇപ്പോൾ അവരെ 3 പേരെയും വിളിച്ച് അവർ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ അവർ റൂമിൽ നിന്ന് ഇറങ്ങി അവർ ആ ഹാളിലേക്ക് വരുമ്പോഴത്തേക്കും അവിടുത്തെ ആ നർത്തകിയുടെ ആ ഒരു ഫോട്ടോ കണ്ട് അവർ പേടിക്കുന്നു. അങ്ങനെ അവിടെ ഇരിക്കുന്ന ആ തമ്പുരു തന്നെ വീട്ടുന്നുണ്ട്. അത് കേട്ട് അവർ അവിടേക്ക് തിരിഞ്ഞു നോക്കുന്നു. ആ ഒരു ശബ്ദം കേട്ടിട്ട്, തമ്പുരു വായിച്ച ശബ്ദമല്ലേ ആ കേട്ടത് എന്നിങ്ങനെ ചിപ്പി വളരെ പേടിയോടെ ചോദിക്കുന്നുണ്ട്. ആരെയും കാണാനില്ലല്ലോ, പിന്നെ എങ്ങനെയാ സൗണ്ട് കേട്ടത് എന്നിങ്ങനെ അമ്മുവും പേടിച്ച് പറയുന്നുണ്ട്. നമുക്ക് ചിലപ്പോൾ തോന്നിയതായിരിക്കും, നിങ്ങൾ വാ എന്നിങ്ങനെ ഗൗരി അവരോട് പറഞ്ഞിട്ട് വീണ്ടും അവർ അവിടെ നടക്കുന്നുണ്ട്. ഈ സമയം പെട്ടെന്ന് തന്നെ വാതിലുകൾ ഇങ്ങനെ അടയുകയും തുറക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട് അവർ 4 പേരും പേടിച്ച് നിൽക്കുന്നുണ്ട്. ഈ സമയം പുറത്ത് നല്ല കാറ്റും ഇടിയും മിന്നലും ഒക്കെയുണ്ട്. 4 പേരും വളരെയധികം ടെൻഷനോടെയും പേടിയോടെയുമാണ് നിൽക്കുന്നത്. കാറ്റടിച്ചതാ, നിങ്ങൾ വാ എന്ന് പറഞ്ഞ് ഗൗരി ഇപ്പോൾ അവരെ 3 പേരെയും വിളിച്ചു കൊണ്ടുപോകുന്നു. ഗൗരിക്ക് പേടിയുണ്ട്, എന്നാലും അവർ 4 പേരും പേടിയോടെയാണെങ്കിലും ഇപ്പോൾ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ അവർ പോയ സമയത്ത് ഇപ്പോൾ അവിടെ ഇരിക്കുന്ന ആ വാദ്യോപകരണങ്ങളെല്ലാം തന്നെ തനിയെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അവർ പുറത്തേക്ക് പോകാനായി വരുമ്പോഴാണ് ജെനി അവിടേക്ക് കതക് തുറന്ന് വെള്ളം കുടിക്കാനായി വരുന്നത്. ഇത് കണ്ട കതകിൻ്റെ മറയത്തേക്ക് അവർ 4 പേരും ഒളിച്ചു നിൽക്കുന്നുണ്ട്. ഇതാരാ ഈ വാതിൽ തുറന്നിട്ട്, ഞാൻ അടച്ചിട്ട് പോകുന്നതാണല്ലോ എന്ന്. അപ്പുറത്തെ വാതിൽ കുട്ടികൾ തുറന്നു വന്നതായിരുന്നു. അത് കണ്ടിങ്ങനെ ജെനി പറയുന്നുണ്ട്. അങ്ങനെ ജെനി അത് അടയ്ക്കാനായി പോകുമ്പോൾ ഇപ്പുറത്തെ വാതിൽ വഴി അവർ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ജെനി പോയി ആ വാതിലടച്ചിട്ട് വന്ന് ബാക്കി വെള്ളവും കൂടി എടുത്ത് കുടിച്ച് അവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ സ്റ്റെയറൊക്കെ ഇറങ്ങി അവർ 4 പേരും അവിടേക്ക് വരുമ്പോഴാണ് അവർ ഡ്രൈവർ അങ്കിൾ അവിടെ കിടക്കുന്നത് കാണുന്നത്. അങ്ങനെ ഇപ്പോൾ അയാൾ നല്ല ഉറക്കത്തിലായിരുന്നു. അങ്ങനെ അയാളുടെ കണ്ണ് വെട്ടിച്ചും അവർ 4 പേരും ഇറങ്ങുന്നുണ്ട്. ശേഷം ഇപ്പോൾ കാണിക്കുന്നത് സച്ചിയെയാണ്. സച്ചി ഇങ്ങനെ ആ സെല്ലിനകത്ത് കിടക്കുന്നുണ്ട്.
സച്ചി ഇങ്ങനെ അവിടെ ഇരുന്നു കൊണ്ട് രാജീവ് പറഞ്ഞ കാര്യങ്ങളും മൂർത്തി പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട്. സച്ചിയുടെ വായിൽ നിന്നും ചോരയൊക്കെ വരുന്നുണ്ട്. അതുപോലെ അടിച്ച് അവശനാക്കി നിർത്തിയിരിക്കുകയാണ് സച്ചിയെ. അങ്ങനെ ഈ സമയം ഇപ്പോൾ സച്ചിയെ കാണാനായി സ്നേഹയും അനൂപും കൂടി എത്തിയിരിക്കുന്നു. എന്നിട്ട് ആ കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട്, സാർ, ഞങ്ങൾ ലോക്കപ്പിൽ കിടക്കുന്ന സച്ചിയെ കാണാൻ വേണ്ടി വന്നതാണ്. സച്ചി എൻ്റെ അളിയനാ, ഇത് സച്ചിയുടെ പെങ്ങളും എന്നൊക്കെ അനൂപ് പറയുമ്പോൾ ആ കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, ആരെയും കാണിക്കേണ്ടെന്നാണ് CI സാറ് പറഞ്ഞിരിക്കുന്നത് എന്ന്. കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പോയി CI സാറിനെ കാണൂ എന്നൊക്കെ കോൺസ്റ്റബിൾ വീണ്ടും പറയുമ്പോൾ സ്നേഹ പറയുന്നുണ്ട്, അയ്യോ അങ്ങനെ പറയരുത് സാറേ, എനിക്ക് എൻ്റെ ഏട്ടനെ ഒന്ന് കാണണം എന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ ആ കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, അതെ, കരച്ചിലും പിഴിച്ചിലും ഒന്നും ഇവിടെ വേണ്ട. ഈ രാത്രി ഇനി പ്രതിയെ കാണാൻ പറ്റില്ല, മനസ്സിലായോ? നിങ്ങൾ പോകണം എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ അനൂപ് പറയുന്നുണ്ട്, സാറേ പ്ലീസ് എന്നൊക്കെ. അപ്പോൾ അവിടേക്ക് വേറൊരു കോൺസ്റ്റബിൾ വന്നിട്ട് പറയുന്നു, എന്താ സാറേ എന്ന് അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇവർ ലോക്കപ്പിൽ കിടക്കുന്ന പ്രതിയെ കാണാൻ വന്നതാണെന്ന്, ആരെയും കാണിക്കേണ്ടെന്നാണ് CI സാർ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ ഇപ്പോൾ വന്ന കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, എന്താ സാറേ ഇത്, യൂണിഫോം ഇട്ടെന്ന് കരുതി മനുഷ്യത്വം ഇല്ലാതാകരുത്, ഇവരെനിക്ക് വേണ്ടപ്പെട്ടവരാ എന്നിങ്ങനെ പറയുമ്പോൾ ഒരു സംശയത്തോടെ ഇങ്ങനെ സ്നേഹയും അനൂപും പരസ്പരം നോക്കുന്നുണ്ട്. അപ്പോൾ ആ കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, എന്നെ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, പണ്ട് നെല്ലിശ്ശേരി ഗ്രൂപ്പിൽ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്തിരുന്ന വിശ്വനാഥിൻ്റെ അനിയനാണ് ഞാൻ എന്നിങ്ങനെ അദ്ദേഹം അനൂപിനോട് പറയുന്നുണ്ട്. അപ്പോൾ അനൂപിന് മനസ്സിലാവുന്നു. എന്നിട്ട് മറ്റ് കോൺസ്റ്റബിളിനോട് ഈ കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, ഇത് CI സാറിനോട് പറയാനൊന്നും നിൽക്കണ്ട, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മറ്റൊരു കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, ഇതെങ്ങാനും CI സാർ അറിഞ്ഞാലുണ്ടല്ലോ എൻ്റെ സാറേ, ഇവർ കണ്ടിട്ട് പെട്ടെന്ന് അങ്ങ് പൊക്കോളും, അഥവാ ഇനി സാറിന് CI സാറിനോട് പറയണമെന്നാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞോളൂ, നിങ്ങൾ വാ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇപ്പോൾ അനൂപിനെയും സ്നേഹയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് സച്ചിയുടെ അടുത്തേക്ക്. അങ്ങനെ ഇപ്പോൾ അവിടെ വന്ന് സ്നേഹ ഇപ്പോൾ സച്ചിയെ വിളിക്കുന്നുണ്ട് ഏട്ടാ എന്ന് പറഞ്ഞ്. അങ്ങനെ സച്ചി ഇപ്പോൾ മോളെ എന്ന് പറഞ്ഞ് പതുക്കെ അവിടെ നിന്ന് എഴുന്നേക്കാൻ പോലും സാധിക്കുന്നില്ല. ശരീരം മുഴുവൻ അവർ അടിച്ചതിൻ്റെ വേദനയാണ് സച്ചിക്ക്. പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് വരുന്നുണ്ട്. ഇത് കണ്ട് സ്നേഹ അവിടെ നിന്ന് വളരെയധികം സങ്കടത്തോടെ നിന്ന് കരയുന്നുണ്ട്. അനൂപിനും ഇത് കണ്ട് ആകെ വിഷമം ആകുന്നുണ്ട്. ആ കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, അധികം സമയമെടുക്കരുതെന്ന്. അങ്ങനെ ഇപ്പോൾ സച്ചി ഇപ്പോൾ പതിയെ ഒരുവിധം നടന്ന് ആ സെല്ലിനടുത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. വന്ന ഉടനെ തന്നെ സച്ചി ആദ്യം പറയുന്നത്, ഞാൻ അർച്ചനയെ കണ്ടു. ഇത് കേട്ട് അനൂപ് ഒന്ന് ഞെട്ടുന്നുണ്ട്, അതുപോലെ തന്നെ സ്നേഹയും. ഞാൻ പറയുന്നത് സത്യമാ, അവിടെ ആ ഹോസ്പിറ്റലിൽ അവൾ ഉണ്ടായിരുന്നു, ഞാൻ അവിടേക്ക് ഓട്ടം പോയതാ, ഞാൻ പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല, സച്ചിയേട്ടാ എന്ന് വിളിച്ച് അവൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്നതാ എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇപ്പോൾ കരയുകയാണ്. ഞാൻ അവളുടെ അടുത്തേക്ക് ഓടി ചെല്ലാൻ തുടങ്ങിയതാ, അപ്പോഴാണ് പോലീസുകാരെന്നെ പിടിച്ചത് എന്നൊക്കെ സച്ചി ഇപ്പോൾ അവരോട് പറയുന്നുണ്ട്. എന്നിട്ട് അർച്ചന വന്ന് സച്ചിയേട്ടാ എന്ന് വിളിച്ച ആ ഒരു രംഗവും സച്ചി അവിടേക്ക് ഓടിച്ചെല്ലാൻ തുടങ്ങുമ്പോൾ രാജീവ് വന്ന് സച്ചിയെ തടഞ്ഞ് കർണത്തിനിട്ട് അടിച്ചതും അത് പിന്നെ പിടിച്ചുകൊണ്ട് പോകുന്നതും അതെല്ലാം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് സച്ചി. സച്ചി ഈ പറയുന്നതൊക്കെ കേട്ടിട്ട് അനൂപ് അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് അച്ചു എങ്ങോട്ട് പോയി എന്ന്. അനൂപേട്ട അറിയില്ല, ആരൊക്കെയോ ചേർന്ന് അവളെ പിടിച്ചുകൊണ്ടുപോയി, അവളിപ്പോൾ ആരുടെയോ തടവറയിലാണ്. അനൂപേട്ട അവളെ ഒന്ന് രക്ഷിക്കണം, എങ്ങനെയെങ്കിലും അവളെ ഒന്ന് രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇപ്പോൾ കരയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് അവർ രണ്ടുപേരും. സച്ചി വിഷമിക്കേണ്ട, നമുക്ക് അന്വേഷിക്കാം എന്ന് അനൂപ് പറയുന്നു. ഏട്ടനെ പോലീസുകാർ ഒരുപാട് തല്ലിയോ എന്ന് സ്നേഹ ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, എന്തു വേദനയും കഷ്ടപ്പാടും സഹിക്കാൻ ഞാൻ തയ്യാറാ, എനിക്ക് എൻ്റെ അർച്ചനയെ തിരിച്ച് കിട്ടിയാൽ മതി. ഞാൻ കാല് പിടിച്ച് പറഞ്ഞു, ആരും ഒരു ദയയും കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സച്ചി കരയുന്നുണ്ട്. ഉടനെ ഇപ്പോൾ അനൂപ് പറയുന്നുണ്ട്, നീ പറഞ്ഞത് സത്യമാണെങ്കിൽ ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിക്കാം എന്നൊക്കെ അനൂപ് പറയുന്നത് കേട്ട് സച്ചി പറയുന്നുണ്ട്, അനൂപേട്ടൻ ഞാൻ പറയുന്നത് സത്യമാ, അല്ലാതെ ഞാൻ കള്ളം പറയുമോ? നേരത്തെ ഒരുപാട് സ്ത്രീകളെ കണ്ട് എനിക്കത് അർച്ചനയാണെന്ന് തോന്നിയിട്ടുണ്ട്, അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇതങ്ങനെയല്ല, ശരിക്കും ഇതെൻ്റെ അർച്ചന തന്നെയാ എന്നൊക്കെ കരഞ്ഞിങ്ങനെ സച്ചി പറയുന്നു. അപ്പോൾ സ്നേഹ പറയുന്നു, അപ്പോൾ ഏട്ടത്തിയെ പിടിച്ചോണ്ട് പോയവരൊക്കെ ആരാ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, മോളെ അതെനിക്ക് അറിയില്ല, ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് അവൾ എങ്ങനെ ഇവിടെ എത്തിയെന്നും എനിക്കറിയില്ല, ഒരുപക്ഷെ എൻ്റെ സങ്കടം കണ്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ദൈവം തന്നെ കൊണ്ടുവന്നതായിരിക്കും. അനുപേട്ട ഒരു കാര്യം ഉറപ്പാ, എൻ്റെ അർച്ചന ഈ നാട്ടിൽ തന്നെയുണ്ട്, എൻ്റെ അന്വേഷണങ്ങൾക്കുള്ള എല്ലാ ഉത്തരവും ദൈവം ഇന്ന് എനിക്ക് തന്നു. അനുപേട്ട എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങണം, എനിക്ക് അവളെ കണ്ടുപിടിക്കണം, എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇറക്ക അനുപേട്ട, ഇത് കള്ളക്കേസാ, ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്നൊക്കെ സച്ചി ഇങ്ങനെ കരഞ്ഞു പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ സ്നേഹ പറയുന്നുണ്ട്, ഇതിൻ്റെ എല്ലാം പിന്നിൽ അവൾ തന്നെയായിരിക്കും, ആ അവന്തിക.
ഇത് കേട്ട് സച്ചിയും പറയുന്നുണ്ട്, അല്ലാതെ നമ്മളിങ്ങനെ പിന്നാലെ നടന്ന് ദ്രോഹിക്കാൻ മറ്റാരാ ഉള്ളത്? എനിക്കുറപ്പാ അവൾ തന്നെയാണ് എന്നൊക്കെ സച്ചി പറയുമ്പോൾ എങ്ങനെയെങ്കിലും നല്ലൊരു വക്കീലിനെ കണ്ടുപിടിച്ച് നാളെ തന്നെ ജാമ്യത്തിനുള്ള ഏർപ്പാട് ചെയ്യാം എന്ന് അനൂപ് പറയുന്നു. ഏട്ടൻ എന്തെങ്കിലും കഴിച്ചായിരുന്നോ എന്ന് സ്നേഹ ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇല്ല എന്ന്. ഞാൻ ഏട്ടന് കഴിക്കാനുള്ള ആഹാരം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് സ്നേഹ പറയുമ്പോൾ അതിനൊന്നും ആ CI സമ്മതിക്കില്ല, അയാളൊരു ദുഷ്ടനാണ് എന്നിങ്ങനെ സച്ചി പറയുന്നുണ്ട്. എന്നെ എങ്ങനെയെങ്കിലും ഈ കേസിൽ കൊടുക്കണമെന്ന് അയാൾക്ക് നിർബന്ധമുള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ സച്ചി പറയുന്നത് കേട്ട് സ്നേഹ ഇപ്പോൾ വളരെ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അയാളും ആ അവന്തികയുടെ ആളായിരിക്കുമെന്ന്. ഏട്ടനൊരു കാര്യം ചെയ്യ്, ഇത് കഴിക്ക്, അത് കഴിഞ്ഞിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ എന്ന് സ്നേഹ പറയുമ്പോൾ ആ കോൺസ്റ്റബിൾ വന്നിട്ട് പറയുന്നുണ്ട്, സാരമില്ല, അത് കൊടുത്തോളൂ, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ സ്നേഹ ഇപ്പോൾ കഴിക്കാനായി ആ ആഹാരവും ഒരു കുപ്പി വെള്ളവും എടുത്ത് സച്ചിക്ക് കൊടുക്കുന്നുണ്ട്. അനൂപേട്ട, അർച്ചന അവിടെ ഉണ്ടോ എന്ന് ആ ഹോസ്പിറ്റലിൽ പോയെന്ന് നോക്കണേ എന്നിങ്ങനെ സച്ചി അനൂപിനോട് പറയുന്നു. പോകാം, ഞാൻ പോയി അന്വേഷിക്കാം എന്ന് അനൂപും പറയുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഇപ്പം തന്നെ പൊക്കോ, ഇനി താമസിപ്പിക്കേണ്ട. ആശുപത്രിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും അർച്ചനയെ കണ്ടുപിടിക്കണം എന്നൊക്കെ സച്ചി പറയുമ്പോൾ അനൂപ് പറയുന്നുണ്ട്, ശരി, ജാമ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. പിന്നെ എനിക്ക് നിന്നോട് പിണക്കമൊന്നുമില്ല കേട്ടോ. അച്ചുവിനെ കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് എനിക്ക് കുറച്ച് വിഷമമുണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ വളരെയധികം സങ്കടത്തോടെ തന്നെ അനൂപ് ഇപ്പോൾ സച്ചിയോട് പറയുന്നുണ്ട്. ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല അനൂപേട്ട, എനിക്ക് എൻ്റെ അർച്ചനയെ തിരിച്ചു കിട്ടിയാൽ മാത്രം മതി, അത് മാത്രം മതി, എനിക്കത് മാത്രം മതി എന്ന് അത് തന്നെ പറഞ്ഞ് ഇപ്പോൾ സച്ചി ഇപ്പോൾ അവിടേക്ക് പോയി ഇരിക്കുന്നുണ്ട്. സച്ചിയുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് വളരെയധികം വിഷമത്തോടെ തന്നെ നിൽക്കുന്നുണ്ട് അനൂപ്. അതുപോലെ തന്നെ സ്നേഹയും സച്ചിയുടെ ഈ അവസ്ഥ കണ്ട് നിന്ന് കരയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ വളരെ വിഷമത്തോടെ തന്നെ അനൂപും സ്നേഹയും അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ സച്ചി ഇപ്പോൾ ആ പൊതി അഴിച്ച് ചോറ് എടുത്ത് വായി വെക്കാൻ തുടങ്ങുമ്പോൾ അർച്ചന അന്ന് പണ്ട് സച്ചിക്ക് വാരിക്കൊടുത്ത ആ ഒരു സന്ദർഭമൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് സച്ചി. എന്നിട്ട് വളരെയധികം വിഷമത്തോടെ ഇരുന്ന് കരയുന്നുണ്ട് സച്ചി. ശേഷം ഇപ്പോൾ വീണ്ടും കുട്ടികളെയാണ് കാണിക്കുന്നത്. നമ്മൾ എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്ന് ചിപ്പി ചോദിക്കുമ്പോൾ ഗൗരിമോള് ചോദിക്കുന്നുണ്ട്, നിനക്ക് പേടിയുണ്ടോ എന്ന്. എനിക്ക് ചെറിയ പേടിയുണ്ട് എന്ന് അമ്മു പറയുമ്പോൾ ഗൗരി ചോദിക്കുന്നുണ്ട്, ഇന്ദുട്ടിയുടെ അമ്മയുടെ കാര്യം അറിയണ്ടേ എന്ന് ഗൗരി ചോദിക്കുമ്പോൾ ഇന്ദു പറയുന്നുണ്ട്, എനിക്കറിയണം, എനിക്ക് പേടിയില്ല, ഞാൻ കൂടെ വരാം എന്ന് ഇന്ദു പറയുന്നു. ഇന്ദുട്ടിയുടെ അമ്മയുടെ കാര്യം ഞങ്ങൾക്കും അറിയണം എന്ന് അമ്മുവും പറയുന്നു. എന്നാൽ പിന്നെ മിണ്ടാതെ എല്ലാവരും എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് അവരിപ്പോൾ ആ കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവരെ കണ്ട് ഒരു പട്ടി കിടന്ന് കുരയ്ക്കുന്നുണ്ട്. ഇത് കണ്ട് അവർ വളരെയധികം ഭയക്കുന്നു. അത് നമ്മളെ കണ്ടെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ജെനിയാൻ്റെയും ഡ്രൈവർ അങ്കിളും വെളിയിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിപ്പി പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവിടെ കുറച്ച് നേരം കഴിയുമ്പോൾ ആ പട്ടി കുരയ്ക്കുന്നത് നിർത്തുകയാണ്. അങ്ങനെ ഇപ്പോൾ അവർ വീണ്ടും നടന്ന് ആ നർത്തകരുടെ വീട്ടിലേക്ക് കയറുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അതിൻ്റെ വാതിലിലെത്തുമ്പോൾ ഗൗരി പറയുന്നുണ്ട്, ബാ നമുക്കിവിടെ അകത്തേക്ക് പോകാമെന്ന്. അപ്പോൾ അമ്മു പറയുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നു, ബാ നമുക്ക് തിരിച്ചു പോകാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ദു പറയുന്നുണ്ട്, ഗൗരി നീ നടക്ക്, നമുക്ക് പോകാം, എനിക്ക് പേടിയൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ അവരെല്ലാവരും കൂടെ വീണ്ടും ഇപ്പോൾ അവിടെ അതിനകത്തേക്ക് കയറുകയാണ്. അവരങ്ങോട്ട് അകത്തേക്ക് കയറി കുറച്ച് നടന്നു കഴിയുമ്പോൾ ആ വാതിൽ തനിയെ അടയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവർ അതിനകത്തേക്ക് കയറുമ്പോൾ അവിടെ ഒരു ടേബിളുണ്ട്. ആ ടേബിളും 4 കസേരയും കിടക്കുന്നുണ്ട്. ആ ടേബിളിൻ്റെ പുറത്താണെങ്കിൽ 2 മെഴുകുതിരിയും ഇരിക്കുന്നുണ്ട്. അങ്ങോട്ട് നടക്കുന്ന വഴിക്ക് ചിപ്പി ഇപ്പോൾ അവിടെ ഒരു മൃദംഗം ഇരിക്കുന്നത് കാണുന്നു. അങ്ങനെ ചിപ്പി അങ്ങോട്ട് നടന്നിട്ട് വീണ്ടും തിരിഞ്ഞു വന്ന് നോക്കുന്നുണ്ട് ആ മൃദംഗം എന്താണെന്ന്. നമുക്കിവിടെ ഇരിക്കാം എന്ന് ഗൗരി പറയുമ്പോൾ ചിപ്പി പറയുന്നുണ്ട്, ദേ മേശപ്പുറത്തോട്ട് നോക്കിക്കേ, മെഴുകുതിരിയും തീപ്പെട്ടിയും, ഇതാരോ നമുക്ക് വേണ്ടി കൊണ്ടുവച്ചതുപോലെയുണ്ട് എന്നൊക്കെ ചിപ്പി പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ഗൗരി പറയുന്നു. അതും പറഞ്ഞ് അവർ നോക്കുമ്പോൾ ഇപ്പോൾ ചിപ്പിയെ കാണുന്നില്ല. അയ്യോ, ചിപ്പി എവിടെ, ചിപ്പി എന്ന് പറഞ്ഞ് അവർ 3 പേരും വളരെയധികം ടെൻഷനോടെ ചിപ്പിയെ വിളിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.